മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരകളിൽ ഒന്നാണ് പത്തരമാറ്റ്. പത്തരമാറ്റിലെ ഓരോ താരങ്ങളെയും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജ്വല്ലറി വ്യവസായിയായ അനന്തമൂർത്തിയുടെയും അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കഥ പറയുന്ന ഒരു സീരിയലാണ് പത്തരമാറ്റ്. ആദ്യമൊന്നും പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല പത്തരമാറ്റ്. പക്ഷേ ഇപ്പോൾ റേറ്റിംഗിൽ മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ്. ആരാധകർ വളരെയധികം കൂടി വന്നിരിക്കുകയാണ് പത്തരമാറ്റിന്. നയന കരൾ കൊടുത്തതോടെ, സ്വന്തം അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുത്തതോടുകൂടി കഥയുടെ ഗതി തന്നെ മാറിയിരിക്കുകയാണ്. നയനയാണ് തനിക്ക് കരൾ തന്നത് എന്നുള്ള വിവരം ദേവയാനി അറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ദേവയാനി കരൾ തന്ന പെൺകുട്ടിയെ കണ്ടെത്തി എന്നുള്ള വിവരം മറ്റാർക്കും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരെയും ആ ഒരു പതർച്ചയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് ദേവയാനി. പക്ഷേ ഇപ്പോഴിതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നയന തന്നെ ദേവയാനിയോട് ആ സത്യം തുറന്ന് പറയാൻ പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത്. പ്രൊമോയിലൂടെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അഭി മറ്റൊരു പെൺകുട്ടിയെ കാണിച്ചിട്ട് കരൾ തന്ന പെൺകുട്ടി അമ്മായിക്ക് കരൾ തന്നത് ഈ കുട്ടിയാണ് എന്ന് പറഞ്ഞത് ദേവയാനി വിശ്വസിച്ചോ എന്നുള്ളത് ഒരു സംശയം കൊണ്ട് ഒടുവിൽ നയന ആ സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അമ്മയെ ആരെയും പറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ അമ്മയുടെ സ്നേഹം ആർക്കും അമ്മ അങ്ങനെ കൊടുക്കണ്ട. അതുകൊണ്ട് ഞാനാണ് കരൾ കൊടുത്തത് എന്നുള്ള വിവരം ഞാൻ തന്നെ അമ്മയോട് പറയാൻ പോവുകയാണ് എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് ദേവയാനിയോട് ആ സത്യം പറയാൻ പോവുകയാണ്. അതേസമയം നമ്മുടെ അഭി ചെയ്യുന്നത് കള്ളങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയ ദേവയാനി അവൻ്റെ ഓരോ കള്ളത്തരങ്ങളും പൊളിച്ചടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ അനാമികയുടെയും നേരെ ദേവയാനിക്ക് സംശയങ്ങൾ വരുന്നുണ്ട്. അതേസമയം അനിയാകട്ടെ അനാമികയെ വേണ്ട എന്ന് വെക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയും നന്ദുവിനോട് അനാമികയെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ താൻ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയുമാണ്. ഏതായാലും പത്തരമാറ്റിൻ്റെ കഥ ഇപ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്തരമാറ്റിൻ്റെ പ്രൊമോ വരുന്നതും കാത്ത് നിൽക്കുകയാണ് പ്രേക്ഷകർ. ആഗ്രഹിച്ച ഒരു കഥയുടെ ഗതിയാണ് ഇപ്പോൾ. ഇനി അനാമികയുടെ കള്ളത്തരങ്ങൾ തിരിച്ചറിയുകയും അനാമികയെ എത്രയും പെട്ടെന്ന് അനന്തപുരിയിൽ നിന്നും പുറത്താക്കണമെന്നുമാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. പ്രമോ വരുന്നതിൻ്റെ താഴെ തന്നെ കമൻറ്റുകളായി വന്നുകൊണ്ടിരിക്കുന്നത് അനാമികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്നിട്ട് ഒപ്പം തൻ്റെ മരുമകളെ സ്നേഹിക്കുന്ന ഭാഗവും നല്ല രീതിയിൽ കാണിക്കണമെന്നും പറയുന്നുണ്ട്. കൂടാതെ തമിഴിൻ്റെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ തമിഴിൽ ആദർശിനെ തേടി ഒരു കുഞ്ഞ് വരുന്ന ഭാഗം കാണിക്കുന്നുണ്ടെന്നും അത് മലയാളത്തിൽ കാണിക്കരുത്, അത് ഞങ്ങളുടെ അപേക്ഷയാണ് എന്നുള്ളതും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഈ കഥ ഒരു രസവും ഉണ്ടാവില്ല, ത്രില്ലിംഗ് ഉണ്ടാവില്ല, കാണാൻ ഞങ്ങളുണ്ടാവില്ല എന്നൊക്കെയാണ് കമൻറ്റുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.